സമയം കളയാൻ പറ്റില്ല. നമുക്ക് എത്രയും വേഗം പരിപാടി ആരംഭിക്കണം. അതെ അതെ, അതിനുവേണ്ടിയാണല്ലോ നമ്മളെല്ലാരും ഒത്തുകൂടിയിരിക്കുന്നത്. ക്ലാസ് 2 ഉള്ളൂ, വേഗം അടി. വേഗം 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 ഞാനാ അമ്മോ ഇങ്ങനെ മരണക്കൂടി കുടിക്കാതെടാ. നിനക്കത് പറയാം, എന്റെ മനസ്സിന്റെ മനപ്രയാസം എനിക്കല്ലേ അറിയൂ. നമുക്ക് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതെ, ഒരു കുഞ്ഞും അറിയാതെ കാര്യം നടത്താവുന്ന സ്ഥലമുണ്ട്. എടോ, കാണാൻ കൊള്ളാവുന്ന ഒന്നുപോലും ഇല്ലല്ലോ. ചിലപ്പോ ഇനിയും വരും. അങ്ങോട്ടിരിക്കാം. വരും. മോശമായ സീനൊന്നും അഭിനയിക്കാൻ പറ്റില്ല. അഭിനയിക്കുമ്പോ തൊടാൻ പാടില്ലാന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നാടകത്തിൽ അഭിനയിക്കുമ്പോ അവള് കെട്ടിപ്പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം സെക്സി സീനുകളുണ്ട്. അയ്യോ, സെക്സ് ഒന്നും അഭിനയിക്കാൻ പറ്റില്ല. കഥയ്ക്ക് ആവശ്യമുള്ള സീനാണെങ്കിൽ ചെയ്യാം. കഥാനായികയല്ലേ? ഓ, കഥാനായി തന്നെ. 2 മാസമായി വീട്ടിലൊന്നിരുന്നിട്ട്. അമ്മ ആള് മോശമല്ലല്ലോ. ചേച്ചിക്ക് സിനിമയിൽ എന്താ അഭിനയിച്ചുണ്ടായോ? ഞാൻ 100ഓളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം പഴയ കളരിയാണല്ലേ. ഇവളെ ഒരു സിനിമാ നടിയാക്കണമെന്നാ എന്റെ ആഗ്രഹം. ചേച്ചി, ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടത്തില്ല. അല്ല, ചേച്ചി എന്താ സിനിമയിൽ അഭിനയിക്കാൻ പോകാത്തെ? എന്റെ നാടകാഭിനയം കണ്ടിട്ട് ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും മദ്രാസിൽ ചെല്ലാൻ പറഞ്ഞതാ. അയ്യോ, എന്നിട്ട് എന്റെ പോകാഞ്ഞേ? സിനിമയിൽ പോയാ ചീത്തയാകുമെന്ന് എല്ലാവരും പേടിപ്പിച്ചു. ചീത്തയാകാനുള്ളത് എവിടെ പോയാലും ചീത്തയാകും അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ രംഗത്ത് ആരാ ഇത്ര പതിവ്രതയുള്ളത്? ഇതൊക്കെ ഒരു തരം അഭിനയമല്ലേ എന്റെ ചേച്ചി? പിന്നെ നമ്മൾ മുന്നിലേക്ക് വരണമെങ്കിൽ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. അതെ, അതാണ് വേണ്ടത്. പണ്ടൊക്കെ ഞാൻ നാടകത്തിന് പോകുമ്പോ അച്ഛൻ പുറകീന്ന് മാറാതെ നിൽക്കും. ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാ മതി, പിന്നെ ബഹളമാ. ചേച്ചി, അല്ലേലും ഈ പെമ്മക്കളുടെ കൂടെ അച്ഛനല്ല പോകേണ്ടത്, അമ്മയാണ് പോകേണ്ടത്. എങ്കിലേ അവർക്കൊരു ഭാവി ഉണ്ടാവൂ. ഈ പടം നമ്മുടെ നാട്ടിൽ നിന്ന് റിലീസ് ആവില്ലേ? ഇല്ലില്ല, ഇത് മനോരമയിലേക്ക്, ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലേക്ക് ഒക്കെ അയക്കാനുള്ള പടമാ. അപ്പോ ഗൾഫിലൊക്കെ ചെല്ലുമല്ലേ?
ബോയ് ഫ്രണ്ടുകളാ അവിടെ ഉള്ളതെന്നോ? ഓ എല്ലാവർക്കും കല്യാണം കഴിക്കണം. ആ. വീക്കിലികളിൽ വരുന്ന ഫോട്ടോകൾ കണ്ടിട്ടാ അവര് കത്തെഴുതുന്നത്. ആഹാ. ഒരിക്കേ അവളുടെ കൂടെ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നു. ആ, 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 ആ. ഒരുത്തിന് എനിക്കും എഴുതിയിരിക്കുന്നു. ഓ പ്രേമലേഖനമോ? ചേച്ചിയെ കണ്ട ഇപ്പോഴും അത്ര മോശമൊന്നും അല്ലേ? അല്ല അവരവിടെ ഇരിക്കട്ടെ. ഒന്നുമില്ല. ചേച്ചി എനിക്ക് ചേച്ചി സമയം കളഞ്ഞാൽ പറ്റില്ല. പറഞ്ഞ പോലെ ചെയ്യേ. നമുക്കിനി ഈ കാട്ടിൽ നിന്നും പോണ്ട. പക്ഷെ ഒരു കാര്യം, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പിടിക്കപ്പെട്ടാൽ
മറ്റൊരാളെ യാതൊരു കാരണവശാലും കാട്ടിക്കൊടുക്കാൻ പാടില്ല. അതെ. ആ, പ്രോമിസ്? പ്രോമിസ്. 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 മൂപ്പനെ വിളിച്ച് കർമ്മം ചെയ്താൽ നോവ് മാറും. മാലയ്ക്ക് നോവാണ്. മൂപ്പനെ വിളിച്ച് പറയാമേ. മൂപ്പാ, മൂപ്പാ. ആര്? മാലപ്പൊടി നോവ്. മൂപ്പനൊന്നും വരണം. നോവുള്ള പൊണ്ണിനെ കാവി കൊണ്ടുവാ. ഓ. ചന്ദ്രഭഗവ, മലങ്കാളി, ഭദ്രകാളി, ദൈവങ്ങളെ, അമ്മേ, സൂര്യഭഗവ, ചന്ദ്രഭഗവ, മലങ്കാളി, ഭദ്രകാളി, കുറ്റമേറ്റു പറഞ്ഞ് നിന്റെ ദൈവത്തെ വന്നിച്ച് മൂപ്പന് പിത്തള വള കൊടുക്കാണ്ട് നോവു മാറൂല. കുറ്റമേറ്റ് ഏൻ കൽപ്പന ചെയ്യാമേ? ഇരിക്കുന്നേ. വാങ്ങിച്ചോടാ. മേടിച്ചോന്നേ. അങ്ങനെ. ആ തിന്നാനല്ല, വലിക്കാൻ വലിക്കാൻ. തിരിച്ചു പിടി, തിരിച്ചു പിടിച്ച് ഞാൻ പിടിച്ചുതരാം. അങ്ങനെ ഞാൻ കത്തിച്ചേരാ. ഇങ്ങോട്ടുണ്ടാ വലി വലി വലിച്ചോ. കാത്തിരുന്നു. എവിടായിരുന്നു? നാട്ടിൽ നിന്ന് വന്ന സാറന്മാരെ എംബ്രാക്കള് എന്റെ അടുത്ത് കൂട്ടായി. നാട്ടുകാര് തമ്പ്രാക്കള് ശതിയന്മാരല്ലേ? ഇവരെ അങ്ങനെയല്ല, നല്ല നല്ല മത്സരാ.
ഇത് സർപ്പക്കല്ല. അല്ലല്ല, ഇത് പഴ. നാട്ടുകാര് തമ്പ്രാക്കൾ തിന്നും പഴോ. ഇത് തിന്നാല് ചൊകക്കും. നല്ല രുചിയുണ്ട്. നല്ല രുചി. നല്ല രസിക കുളി നടക്കുന്നു. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. ഞാനും വരുന്നു. വാടാ, ഞാനിവിടെ ഒന്ന് പോയി കാണട്ടെ. നമ്മളെ ഈ കാട് മുഴുക്ക അലയേണ്ട കാര്യമില്ല. ദിവസവും ഇവിടെ വന്ന് നിന്നാ മതി. നല്ല മഴപൊളി. നാട്ടിൽ നിന്ന് 4 പേര് വന്നിരിക്കണ്. അവർക്ക് നമ്മുടെ ഊര് ചുറ്റി കാണണം. സ്വാമിയപ്പൻ സമ്മതിച്ചിരിക്കും. നമ്മുടെ കൂട്ടർക്ക് അതൊരു ദ്രോഹവും ചെയ്യരുത്. അത് പൊറുക്കില്ല. അവര് ഒരു ദ്രോഹം ചെയ്യില്ല. എങ്കി ഏനും സമ്മതിച്ചിരിക്കണ. ഇവിടെ വന്ന് കാണുന്നവരെ നിങ്ങളുടെ ജീവിത രീതികളെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ തെറ്റായ ധാരണകളായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഗവൺമെന്റ് ചില സഹായങ്ങൾ ചെയ്യുന്നു. അതിൽ നിന്നും ചില സമ്പ്രാക്കന്മാരെടുക്കും. മാമലദേവൻ ചിരിക്കണതല്ലേ മാനത്തെ വെള്ളിടി പെണ്ണേ, മാനത്തെ വെള്ളിടി പെണ്ണേ. ആ മാമലദേവൻ ചിരിക്കണതല്ലേ മാനത്തെ വെള്ളിടി പെണ്ണേ, മാനത്തെ വെള്ളിടി പെണ്ണേ. മാമലദേവന് കോപം വന്നാലോ വിമഴ പെയ്യുമേ കണ്ണേ, മാമലദേവന് കോപം വന്നാലോ വിമഴ പെയ്യുമേ കണ്ണേ. മാർഗഴി മാസത്തെ വെളുത്ത വാവിന് മാമലദേവന് പൂരോ, മാമലദേവന് പൂരോ.
പെണ്ണും കടവേളി നടക്കാൻ തേവര വേണ്ടി വണങ്ങേ ആ കന്നി പെണ്ണും കടവേളി നടക്കാൻ തേവര വേണ്ടി വണങ്ങേ മാർഗഴി മാസത്തെ വെളുത്ത വാവിന് മാമലദേവന് പുര മാർഗഴി മാസത്തെ വെളുത്ത വാവിന് മാമലദേവന് പുര തേനും തിനയും കരിമ്പ് പഴങ്ങളും നേരിക്കണങ്ങൾ വന്ന് മാർഗഴി മാസത്തെ വെളുത്ത വാവിന് മാമലദേവന് പുര ഇന്നലെ പാട്ട് പാടിയപ്പോ നൃത്തം ചെയ്ത ആ വെളുത്ത പെണ്ണേതാ? അതാണ് മാല. ഏൻ കല്യാണം ചെയ്യാൻ പോണ പെണ്ണാ? അല്ല, മാലയെ കെട്ടാൻ പോകുന്ന മാടനാ. ഭാഗ്യവാൻ. നല്ല പൊരുത്തം. മാല മാടൻ. ഈ കാട്ടിലെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഇത്തിരി പാടാന്നേ. നാട്ടിലായിരുന്നെങ്കിൽ നോക്കാം. ഞാനങ്ങ് കൊടുക്കാനാവില്ല. മാല, എന്നെ എന്തിനാ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു? നാട്ടുകാര് തമ്പ്രക്കന്മാരുടെ പുറകെ പോയാ ഏന് വേറെ ആർക്കെങ്കിലും പൊണ്ണു കൊടുത്താലോ? എന്റെ മാല പൊണ്ണായി കിട്ടിയില്ലെങ്കിൽ ഏനി മലയെ കിടന്ന് ശാകും. മലങ്കാളി എന്നെ സത്യം. മലങ്കാളിനോട് കളിയൊന്നും വേണ്ട. ഏനെ പൊണ്ണായിട്ട് വേണമെന്ന് ആശയുണ്ടേ കല്യാണം കഴിക്കേ. ഓ, കല്യാണം കഴിച്ച ഏനെങ്ങനെ തലപ്പാട്ടം കൊടുക്കും? ചെമ്മക്കാരൻ എവിടേക്കാ? ഊരിൽ എന്തോ നടക്കാൻ പോണു. ഓ, എന്റെ പെണ്ണാളെ വിളിക്കും. വള്ളി, ഇവാൾ ഇന്ന് മുതല് നിന്റെ പെണ്ണാളല്ല. നീ തലപ്പാട്ടം മടക്കിയേക്കണേ. കഴിഞ്ഞ കൃഷി പേയായിരുന്നോണ്ടാ തലപ്പാട്ടം കെട്ടാഞ്ഞ്. നല്ല വിലയുണ്ടായി. കൂടുതൽ എല്ലിട്ടിപ്പാ തലപ്പാട്ടം കെട്ടായിരുന്നല്ല. എന്റെ പുരുഷനെ എന്റെ അടുത്തുനിന്ന് പിരിച്ചു വെക്കല്ലേ. നിനക്ക് വേണ്ടി നിയമം മാറ്റാൻ പറ്റില്ല. വള്ളി, മൂപ്പന്റെ അടുത്തേക്ക് വാ. ഇതെന്ത് അക്രമ? വള്ളീനെ എന്ത് ചെയ്യാവൂ? ചുരുക്കത്തിൽ കല്യാണം കഴിച്ചാൽ നികുതി കൊടുക്കണം. അതിന് ഭർത്താവിന് കഴിവില്ലെങ്കിൽ ഭാര്യയെ വേർപ്പെടുത്തും, അല്ലേ? ഇവരുടെയൊക്കെ നിയമങ്ങളെ പറ്റി കേട്ടാലേ ചിരി വരും. അല്ല, ആ പെണ്ണേ ഇനി എന്ത് ചെയ്യും? തലപ്പാട്ടം കൊടുക്കാൻ ശേഷിയുള്ളവര് ആ പെണ്ണാളെ കല്യാണം കഴിക്കും. എന്റെ അമ്മേ, അപ്പൊ തലപ്പാട്ടം കൊടുക്കാൻ ശേഷിയില്ലെങ്കിൽ ആ പെണ്ണിന്റെ ഗതി അതോ ഗതി തന്നെയല്ലേ? അമ്മേ, ഒടുക്കലത്തെ ഒരു നിയമം. കാട്ടി ജനിക്കാഞ്ഞത് കാര്യമല്ലേ? അല്ലെ കുറെ തലപ്പാട്ടയോടുകൂടി ജനിക്കണമായിരുന്നു. എന്തൊരു നിയമപ്പാ. അല്ല മാടാ, ഈ തലപ്പാട്ടം കൊടുക്കാൻ കഴിവില്ലാത്ത ഒത്തിരി പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടാവുമല്ലേ? ഒരു ദിവസത്തെ തലപ്പാട്ടത്തിന് എന്ത് കൊടുക്കണം? എന്താ ഞാൻ പറഞ്ഞത് മാറത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു.
അല്ല പിന്നെ എന്താ പേര്? പേര് ചോദിച്ചതിനെ നാണിക്കുന്ന എന്തിനാ? പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതുകൊണ്ടാ ചോദിച്ചത്. കൊങ്കി. ഇഷ്ടമായെന്നാ തോന്നുന്നത്. ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മകൾ ഈ രംഗത്തിറക്കിയതാണ്. അവൾ ഉയർന്നു കാണണമെന്ന് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് പോയത് അല്ലേ? അതെ. ആരാണ് വന്ന് വിളിച്ചത്? ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചു എന്നതാ. അവരെ നിങ്ങൾക്കും അറിയാമായിരുന്നോ? ഒന്നും അറിയില്ല. പിന്നെ സിനിമയെന്ന് കേട്ടപ്പോ ഓടിച്ചെന്നാണല്ലേ? ഓ, സിനിമാ നടിയായാൽ കൈ നിറയെ സമ്പാദിക്കാമല്ലോ അല്ലേ? അവൾക്ക് ചെറുപ്പകാലം മുതൽക്കുള്ള ആഗ്രഹമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിട്ട് എന്ത് ജോലി കിട്ടാനാ സാർ? ഞാനും ഒരു ഗ്രാജുവേറ്റാ, കലാരംഗത്തും പ്രവർത്തിച്ചു. എനിക്കൊന്നും സമ്പാദിക്കാൻ സാധിച്ചില്ല. സിനിമയെന്ന് കേട്ടപ്പോ നിങ്ങളും ഭ്രമിച്ചു. നിങ്ങളൊരു അമ്മയല്ലേ? അല്പം ഒന്ന് സൂക്ഷിച്ചെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും കുറെ ചെറുപ്പക്കാരും അകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പുറത്തുപോയത്? ഞാൻ കൂടെ ഉണ്ടായാൽ അവൾ നാണിച്ചിട്ട് അഭിനയിക്കില്ലെന്ന് അവര് പറഞ്ഞു. നിങ്ങളത് വിശ്വസിച്ചു. മകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കൂടെ പോയത്? എന്താ? ഒന്നുമില്ല ചേച്ചി, വേറെ ഒരു തല ഇറക്കുവാ. അയ്യോ മോളെ, ഒന്നും പേടിക്കൊന്നും വേണ്ട. ഒച്ച വെക്കരുത്, വല്ലതും അറിയും. ഉടനെ ഒരു ഡോക്ടറെ പോയി കാണ്. പിന്നൊരു കാര്യം, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആരോടും പറയരുത്. പറഞ്ഞാൽ നിങ്ങളും കൊടുക്കും. ഇതിരിക്കട്ടെ, വാങ്ങിക്കൂ. പേടിക്കാനൊന്നുമില്ല. സ്വന്തം മകളുടെ കാര്യമായിരുന്നിട്ട് പോലും പണത്തിന്റെ മുമ്പിൽ നിങ്ങൾ സത്യം മറച്ചു വെച്ചു അല്ലേ? ആ ചെറുപ്പക്കാരെ കുറിച്ച് നിങ്ങൾക്കൊരു വിവരം അറിയില്ലേ? ഇനിയെങ്കിലും തുറന്നു പറയും. എന്റെ മോൾ എന്നെ വിട്ടുപോയി. ആ ദ്രോഹികളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം സാർ. അന്വേഷിക്കാൻ പോയവനും കാണുന്നില്ലല്ലോ. നല്ല പാർട്ടിയാ പോയിരിക്കുന്നത്. ഏതെങ്കിലും പെണ്ണിനെ കണ്ട അവൻ വായ നോക്കി നിൽക്കും. എங்களுക്കെല്ലാം നാട്ടുകാര് തമ്പ്രാക്കളെ പേടിയാ. എന്നെ അങ്ങനെ പേടിക്കണ്ട. എന്റെ പഞ്ചമിയെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. ദേ നോക്ക്, ഏത് നിമിഷം എന്റെ കൂടെ ഇറങ്ങി വന്നാലും ആ നിമിഷം എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ തയ്യാറാണ്. പോയി ടെമ്പിളിൽ വെച്ച്, അല്ലെങ്കിൽ അവിടെ വേണ്ട, കോവിലിൽ വെച്ച് കല്യാണം പണ്ണും. നേരെ കല്യാണം പണ്ണുമ്പം ഈ മാതിരി ചേലയൊന്നും ആയിരിക്കില്ല. നല്ല പളപളപളാതെ മിന്നുന്ന ചേലയൊക്കെ ചുറ്റി ഉള്ളായിരിക്കുന്ന പ്ലവ്. ഇല്ല, ആരായത്തെ നോക്കി മിസ്സസ് ടുലറ്റ് കിരൺ കൊങ്കി. നല്ല ചേർത്ത അല്ലേ?
തിരിച്ചു വരണല്ലേ? ഏനില്ല. തങ്കി, ഏനൊരു രഹസ്യം പറയാം. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളെ ദ്രോഹിക്കരുത്. ചോദിച്ചതിനുള്ള മറുപടി അല്ല പറഞ്ഞത്. നടക്ക്. ഈ നേരത്തെ എന്തിനാ ഇവിടെ വന്നത്? ഉപദ്രവിക്കില്ല. കാര്യം പറയും. ഊരുകാരറിയാണ്ടിരിക്കാനാ ഞങ്ങൾക്ക് തമ്മിൽ ലോഹ്യ. നിങ്ങൾ തമ്മിൽ ലോഹ്യമാണെങ്കിൽ കല്യാണം കഴിക്കണം. അല്ലാണ്ട് ഒടിച്ചോടുന്നത് എന്തിനാ? ഇവാൾക്കൊരു പുരുഷനുണ്ട്. ഞങ്ങൾക്ക് തമ്മിൽ ജീവിക്കണമെങ്കിൽ കുറച്ചു ദിവസം ഊരുകാരറിയാമേ ഇരിക്കണം. മറ്റൊരുത്തന്റെ ഭാര്യയെ അടിച്ചു കൊണ്ടുവന്നിരിക്കുക അല്ലേ? നിനക്കൊരു പുരുഷനുള്ളപ്പോ വേറൊരുത്തന്റെ കൂടെ പോകുന്നത് ശരിയാണോ? ഞങ്ങളെ കൂട്ടത്തിൽ അങ്ങനെയാ. തമ്മി സ്നേഹമാണെങ്കിൽ ഊരുകാരറിയാമേ കുറച്ചു ദിവസം ഒളിച്ചിരിക്കണം. രക്ഷിക്കണേ. ലോക്കൽ പോലീസ് തെളിയിക്കാൻ കഴിയാത്ത പല കൊലപാതകങ്ങളുടെയും പേരിൽ ബഹുജന സമരങ്ങൾ പലതും ആരംഭിക്കുന്നതിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണിത്. തെളിയിക്കപ്പെടാൻ കിടക്കുന്ന പല കേസുകളുടെയും ചുമതല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. തേഞ്ഞു മാഞ്ഞു പോയെന്ന് കരുതുന്ന കേസുകളെക്കുറിച്ച് പുനരന്വേഷണം നടക്കുമ്പോൾ പല പ്രലോഭനങ്ങളും ഉണ്ടാവാം. കർത്തവ്യബോധം കൈവിടാതെ ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂയെ കരുതി പ്രവർത്തിക്കണം.
നാട്ടുകാര് തമ്പ്രാക്കന്മാര് പഠിപ്പിച്ചതാ. അമരുടെ കൂടെ നടന്ന് അമരുടെ ഊരിൽ പോവോ? ഏൻ തനിയെ പോവൂല, മാലയും കൊണ്ടുപോകും. എന്താ മൂപ്പ? എങ്കടെ ഊருக்கு വന്നിട്ട് വർഷം കുറയായി. എങ്കക്ക് ഇതുവരെ ദ്രോഹം ചെയ്തില്ല. മൂപ്പൻ എന്താ അങ്ങനെ ചോദിക്കുന്നത്? എങ്കടെ ഊരിലെ രണ്ടുപേര് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നറിഞ്ഞു. അവരെന്റെ കൂടെയൊന്നും ഇല്ല, അവരെ ഞാൻ കണ്ടിരുന്നു. ഒരു പുരുഷൻ ഇനിയൊരുത്തന്റെ പൊണ്ണിനെ സ്നേഹിച്ചു കൊണ്ടുപോയാ ഒളിയിലിരിക്കണം. വെളിച്ചത്ത് വരതെന്നാ എങ്കടെ നിയമം. എല്ലാ നിയമവും അങ്ങനെയാ, എന്തും ചെയ്യാം, പക്ഷെ ആരും അറിയരുത്. ഒളിച്ചുപോയ പൊണ്ണിനും പുരുഷനും ഒരു സഹായവും ചെയ്യக்கூടാതെ. അവരുടെ സഹായിയായിട്ട് പറയുന്നതല്ല. കാലം മാറി വരുമ്പോ പഴയ ആചാരങ്ങളൊക്കെ മാറ്റണ്ടേ? എങ്കക്കത് പാങ്കില്ല. എങ്കടെ പൂർവികരുടെ വിശ്വാസം എങ്ങൾ മാറ്റില്ല. മൂപ്പനെ പിളക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ ഞാനും ഒരു കാട്ടുവാസിയാ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും മാറിയിരിക്കണം. എന്റെ സഹായം ഒന്നും ചോദിക്കരുത്. നിനക്ക് വിശപ്പുണ്ട? നിങ്ങൾ കല്യാണം കഴിച്ച് കാട്ടിൽ നമ്മളെ താമസിച്ച് എന്റെ മാടന് തമ്പ്രാക്കടെ ഉടുപ്പും വേണ്ട. ചീത്തയാ. എന്റെ മാടന് ഉടുപ്പില്ലാത്തതാ ചേല്. തമ്പ്ര, ഞങ്ങളെ ഒന്ന് തകായിക്കണം. ഊരുകാരറിയാണ്ട് ഞങ്ങൾക്കൊന്ന് തങ്ങണം. അതെ, യു ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്? അല്ല, ഭാര്യ ഭർത്താക്കന്മാരാണോ? അത് ശരി. അല്ല, നമുക്കൊരു സഹായം ചെയ്ത് കൊടുക്കാം. ശരി, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ. മലദൈവങ്ങളാണ് തമ്പ്രാക്കന്മാരെ ഞങ്ങൾ മറക്കില്ല. ചെല്ലു 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 ചെല്ലു.
നിങ്ങള് പേടിക്കണ്ട. ആരോടും പറയാൻ മാട്ടേ. ഏമ്പ്രാക്കന്മാര് നല്ല നല്ല മനസ്സരാ. കള്ളി പുറകെ വന്നിരുന്ന് തടവിയാണല്ലേ? തടവ് തടവ്. നല്ല സുഖം. കഴുത്തില് കഴിക്കേ. വലിക്കാൻ വല്ലുണ്ടോ? വലിയൊക്കെ നിർത്തി. വാ വാ. വാ. തമ്പ്രാക്കന്മാര് നമ്മളെ സഹായിച്ചതല്ലേ, പറഞ്ഞ എങ്ങനെ കേക്കാണ്ടിരിക്കും? അവര് നമ്മളെ ഊരിക്കൊണ്ടുപോയി നല്ല നല്ല നിലയിലാക്കും. അതിനെന്തിനാ ഫോട്ടോ പിടിക്കണത്? നമ്മളെ മാത്രം ഫോട്ടോ അല്ലേ? ഒരു ഫോട്ടോ എടുക്കുന്നതൊക്കെ നിസ്സാരമായ പ്രശ്നമല്ലേ? ഇത് ആദ്യമായോണ്ടല്ലേ? ഇവക്ക് സമ്മത. വെരി ഗുഡ്. എങ്കിൽ റെഡി ആയിക്കോ. കൊഞ്ചേടൻ താങ്ക തൊട്ടില്ല. അതെ, പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവനെ ചൂടോടെ അങ്ങകത്തോട്ടാക്കിക്കോ. ചാമി ചാമി പറഞ്ഞ പോലൊക്കെ ചെയ്യണം. ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക വേണ്ട. ഏത് മനസ്സിലായല്ലോ? കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ഓട്ടം പിടിക്കുമ്പോ നിനക്ക് അടിക്കരുത് കേട്ടാ. എനിക്ക് ചങ്കയാ. കുറച്ചൂടെ കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. സാരമില്ല, വലിയ കുടിച്ചോ. കുടിക്കിഷ്ട. നിങ്ങൾ പൊയ്ക്കോ പൊയ്ക്കോ. താഴോട്ട് ഇറങ്ങട്ടെ. അതെയോ? തുടങ്ങിക്കോ തുടങ്ങിക്കോ. നിർമ്മൽ,
അങ്ങോട്ടിരിക്കാം. ഏക്കൊരു കാര്യം അറിയണം. നീക്ക് എന്നോട് സ്നേഹമില്ലേ? പറയാമേ, ഏക്കോവില്ല. മാടൻ നിന്നെ ചതിക്കും. അവൻ നാട്ടുകാര് തമ്പ്രാക്കട പുറകെ നടക്ക, മേലെ ചെയ്യില്ല. ഈ മകളെ നാങ്ക കണ്ട് താലി കെട്ടണം. മാസത്തിലൊരിക്കൽ മാടം പോയി ഇവളെ കണ്ടുവരണം. നീ എന്നോട് എന്താ മിണ്ടാത്ത്? ഏന ബാല്യകല്യാണം നടത്തിയത് മാടനല്ലേ? മാടൻ നിന്നെ രക്ഷിക്കുമെന്ന് നിനക്ക് തോന്നണ്ട. നിന്റെ ഇഷ്ടം എന്താച്ചാ ചെയ്. നിനക്ക് വേണ്ടി കാത്തിരിക്കും. എങ്കട പാട്ടും ആട്ടവും കണ്ടില്ല, ഇനി ഇങ്ങടാട്ടം കാണട്ടെ. നിങ്ങളുടെ ഒരു പാട്ടും കൂത്തും. അവര് നാട്ടിൽ നിന്ന് വന്നവരാ, വിശ്വസിക്കരുത്. കാട് മുട്ടിക്കും, കാട് മുട്ടിക്കും, കാട് മുട്ടിക്കും, കാട് മുട്ടിക്കും, കാട് നീ എന്തിനാ കൊച്ചേ എന്റെ പുറകെ ഇങ്ങനെ വരുന്നത്? നിന്നോടല്ലേ ചോദിച്ചത്? എന്തിനാ എന്റെ പുറകെ വരുന്നതെന്ന്?
എന്നെ ഒരു മകളായി കരുതിക്കൂടെ? നാട്ടിൽ നിന്ന് വരുന്നവരോട് അങ്കിൾ എന്തിനാ ഇത്ര വെറുപ്പ് കാണിക്കുന്നത്? കുഞ്ഞേ, നീ മകളെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർത്തു. ഇന്നുവരെ ആരെയും അറിയിക്കാതെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്ന രഹസ്യം ഞാൻ പറയാം. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ പൊന്നുമോളും എനിക്ക് നഷ്ടപ്പെട്ടു. എങ്ങനെ എന്ന് ചോദിക്കരുത്. ഒരു കൊലപ്പുള്ളിയാകരുതെന്ന് കരുതി കാട്ടിൽ കയറി. 28 വർഷങ്ങൾ കഴിഞ്ഞു. കുഞ്ഞേ, ഈ കാടും ഇവിടുത്തെ മൃഗങ്ങളും മനുഷ്യരുമെല്ലാം കളങ്കമില്ലാത്തവരാണ്. ഞാൻ ഇന്ന് എന്റെ മകളെ കാണുന്നത് ദാ ഈ കുഞ്ഞിലാണ്. ഇവളെ എനിക്ക് ഒരു ദിവസം പോലും കാണാതിരിക്കാൻ വയ്യ. വാ മോളെ, വാ. നിൽക്ക്. നീ കാടിന്റെ മകനല്ലേ? കളങ്കപ്പെടുത്തരുത്. അവര് നാട്ടിൽ നിന്ന് വന്നവരാ. കള്ളന്മാര്, കാട്ടുകള്ളന്മാര്. ആ ഓൾഡ് മാൻ ഈസ് സംതിങ് റോങ്. അയാൾ ആളത്ര ശരിയല്ല കേട്ടോ. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും പിറകെ അയാളുണ്ടാവും. നമ്മൾ ഇതിലും വലിയ കടമ്പ കടന്നു വന്നവരല്ലേ. ഇത് കാടാ, കിളവൻ സൂക്ഷിച്ചോട്ടെ. അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കിട്ടും. ഒരുത്തിനും ഇവിടെ അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. ഹായ് ജയ, I think this is Solanisha family. That's right. Please keep it. ഹായ്, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഈ കാട്ടിൽ എന്താ നിങ്ങളുടെ പരിപാടി?
ഞങ്ങൾ റിസർച്ച് സ്റ്റുഡൻസ് ആണ്. അത് ഈ കാട്ടിൽ കറങ്ങുന്ന കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? അല്ല, 4 പേരും കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ, ഒന്ന് പരിചയപ്പെടാമല്ലോ എന്ന് കരുതി. അല്ല, നാട്ടിൽ നിന്നും കാട് കയറി വരില്ലേ നമ്മളൊക്കെ? പരസ്പരം എന്തെങ്കിലും സഹായം? ഒന്നും വേണ്ട. ഒന്നും വേണ്ടേ? വേണ്ട. ഇവളുമാര് ഭയങ്കരികളാണല്ലോ. ഇതിനേക്കാൾ എത്ര വലിയ ഭയങ്കരികളെ നമ്മൾ കറക്കി എടുത്തിരിക്കുന്നു. എന്ത് വന്നാലും ഇവരെ നമ്മൾ കറക്കി എടുത്തേ പറ്റൂ. നാം 4, നമുക്ക് 4. നല്ല പൊരുത്തക്കേട്. കിരണിനെ കാണുമെന്നാണോ? അവൻ സുഖമില്ല കിടക്കുക. എന്റെ പാർട്ടിക്കാര് വരുന്നുണ്ട്. അയ്യോ ചതിച്ചോ. ദൈവങ്ങളെ, ഏം പുരുഷനെ കാത്തു രക്ഷിക്കോ. ഒരാപത്ത് വരുത്തരുത്, ഒരാപത്ത് വരുത്തരുത്. നിങ്ങളുടെ പ്രാർത്ഥന മലദേവ കേട്ടുവെന്നാ തോന്നുന്നത്. എന്റെ പനിയെല്ലാം പോയി, ഇപ്പൊ തീരെയില്ലല്ലോ. അപ്പോ നിങ്ങൾ 2 പേരും എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അല്ലേ? ഊരുകാരൊക്കെ അറിഞ്ഞു എന്റെ 2 നിങ്ങളുടെ കൂടെ ഊருக்கு പോരാ. അപ്പൊ 2 കൂടെ എന്റെ കൂടെ ഊരി പോകാൻ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണല്ലേ? ദൈവമേ, 2 പേരും കൂടെ ഞാനിപ്പോ എന്ത് ചെയ്യും? എന്നെ ഒന്നും ഇല്ലാങ്കേ. അതെ അതെ, നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിൽ വരാം. ഒരാളെ ഞാനും ഒരാളെ എന്റെ അണ്ണനും കല്യാണം കഴിക്കും. എന്താ? ഈ 2 ഞാൻ ഏതിനെ കളയണ്ടേ? ഒരു കാര്യം ചെയ്യാം, 2 പേരും കൂടെ എന്റെ ഈ വിരലില് ഏതെങ്കിലും ഒന്ന് തൊട്ടെ. പഞ്ചമി എനിക്ക്, കുങ്കി അമ്മന്. പഞ്ചമി കിടക്കണ പിറ കണ്ടോ, 4 നാളത്തെ പിറ കണ്ടോ, പിറയുടെ അരികിൽ നക്ഷത്രം, വെളുവിളെ ചിരിക്കണ നക്ഷത്രം.
മാനത്ത് കിടക്കണ പിറകണ്ടോ നാലാം നാളത്തെ പിറകണ്ടോ ഇറയുടെ അരികിൽ നക്ഷത്രം വെളുവിളെ ചിരിക്കണ നക്ഷത്രം. ബാല്യകല്യാണം നടത്തിയത് മാടനല്ലേ? ഏമ്പ്രാക്കന്മാരുടെ സഹായം എനിക്ക് വേണം, എന്നാലേ നമുക്ക് അവരുടെ ഊർക്ക് പോകാൻ പറ്റൂ. ഏമ്പ്രാക്കന്മാർക്ക് ഇനി വലിയ ഇഷ്ടാ. വരണം വരണം. നീ ആള് മിടുക്കൻ തന്നെ, സമ്മതിച്ചിരിക്കുന്നു. ഇരിക്കൂട്ടി. അല്ല പാടാ, ഇവളാരും തെരഞ്ഞു വരൂലേ? എന്റെ കൂടെ ഇല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ അത് മതി, ബാക്കി ആരും ഞങ്ങളേറ്റ്. ഒന്ന് തൊടട്ടെ. നാടന്റെ ഭാഗ്യം. ഡാർലിംഗ്, തമ്പ്രാക്കന്മാരുടെ അവിടെ കൊണ്ടുപോയി. ഇതൊന്നും ഊരുകാരറിയണ്ട. നീക്കിഷ്ടാണെങ്കി കല്യാണം കഴിക്കാം. എനിക്കൊരു സഹായം ചെയ്യണം. നാട്ടിലേക്ക് പോകാനുള്ള വഴി ഒന്ന് കാണിച്ചു തരണം. ഈ വഴി സ്ട്രേറ്റ് പോയാൽ മതി. ഈ കുന്നും മലയൊക്കെ കയറി ഇറങ്ങി നടക്കാൻ വയ്യാതായി. ഫാദറിന്റെ കൂടെ വരും, ബസ് വരുന്നതിന് വരെ ഞാൻ എത്തിക്കാം. സന്തോഷം.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു ജീപ്പുണ്ട്, ചിലപ്പോ നാട്ടിലേക്കാവും. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വരും. നല്ല പാർട്ടിയാ. ഞാൻ മാടനെ അന്വേഷിച്ചു വന്നതാ. വാ പോവാ. ഏനെവിടെയും വരുന്നില്ല. ഇന്ന് എന്റെ മാലയുടെ കല്യാണ. മാടന്റെ സഹായം നമുക്കിനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവനെ കാട്ടിൽ നിന്നും കൊണ്ടുപോകണമെന്നാ അവൻ പറയുന്നത്. നാട്ടിൽ നിൽക്കാൻ പറ്റാതെയാ നമ്മൾ കാട് കയറിയത്. മാടനെ പിണക്കിയാൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തു പോകും. നിർമ്മലിനെ ഇതുവരെ കണ്ടു? ഞാൻ അപ്പോഴേ പറഞ്ഞ നിർമ്മലിനെ നാട്ടിലേക്ക് അയക്കണ്ടെന്ന്. അവനെ നാട്ടിലാരും സംശയിക്കില്ല എന്ന് തോണി തന്നെയല്ലേ പറഞ്ഞത്? അത് ശരി, എന്നാലും കാണാതായപ്പോ പല സംശയങ്ങളായി. എനിക്ക് തോന്നുന്നത് നിർമ്മലിനെ പോലീസ് പിടിച്ചിരിക്കുമെന്നാ. അല്ലെങ്കിൽ ഇതിനകം അവൻ ഇവിടെ എത്തുമായിരുന്നില്ലേ? എന്റെ മോളെ കൊന്നവരെ പിടികിട്ടിയോ സാർ? അവരെനിക്ക് 5000 രൂപ തന്നു. നിങ്ങളെ ആവശ്യം വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴെന്തിനാ വന്നത്? മേലാൽ വിളിക്കാതെ വരരുത്. സർ, ഇങ്ങോട്ട് ആരെയും കടത്തിവിടരുത് പറഞ്ഞിരുന്നില്ലേ? യെസ് സർ. സാർ സാറെന്ന് വിളിച്ചേക്കാൾ പറഞ്ഞനുസരിക്കടോ. ശരി സാർ. ഇയാൾക്കൊരു ചായ കൊടുക്ക്. ഞാൻ നോക്കട്ടെ. സത്യം പറയില്ല അല്ലടാ? പ്രോമിസ് 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 പ്രോമിസ്. ചെറിയ മൂപ്പ ഒന്ന് നിൽക്ക്. നിങ്ങള് ഇന്നലെ എന്റെ കുടിയിൽ വന്നെന്ന് പറഞ്ഞു. എനിക്ക് കാടിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയണം. എന്നാത്തിനാ? ഈ കാടും ഇവിടുത്തെ മനുഷ്യരെയും പറ്റി എനിക്ക് കഥകൾ എഴുതാനാ. എന്ത് കാര്യ അറിയേണ്ടത്?
നാട്ടിൽ നിന്ന് വന്ന ആ ചെറുപ്പക്കാർ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? അവാര് ഈ പൊയന്റെ അക്കാര്യ. അവരിവിടെ വന്നിട്ട് എത്ര നാളായി? കൊറേ കാലായി അവാര് ഇവിടെ ഉണ്ട്. അവരിവിടെ എന്താ ചെയ്യുന്നത്? അവാര് ഇവിടെ ഫോട്ടോ പിടിച്ച് നടക്ക. എങ്കാലക്ക് ഉപദ്രവമൊന്നുമില്ല. എങ്കാള ആളുകള് ചിലാര് അവർക്ക് തകായുണ്ട്. പോട്ടെ, എനാക്ക് മൂപ്പന്റെ കുടിയിൽ ചെല്ലണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പിന്നെ വരാം. ഓ ചെറിയപ്പ, നിങ്ങളെ കുറിച്ച് ആ പെണ്ണാള് ചോദിച്ചു. എന്ത് ചോദിച്ചു? നിങ്ങള് എവാടാ താമസിക്കണേന്ന്. മൂപ്പാ, അതെ, പിന്നെ തൽക്കാലം അത് അവരോട് പറയണ്ട. അതെന്താ? അവര് അത്ര നല്ലവരല്ല. ആ, എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മൂപ്പ വാന്നേ. ജയ, ഇതെന്റെ കൂടെ വന്നവരാ. വാ വാ. ഇവര് നാട്ടിൽ നിന്ന് വന്നവരാ. കാട്ടില് വഴിതെറ്റി. ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ വരാനുണ്ട്. ഇവരിവിടെ നിക്കട്ടെ. ഇതാണ് എന്റെ വീട്. ഈ രാത്രി ഇനി കാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. ഇതുപോലൊരു ഗോൾഡൻ ചാൻസിന് കിട്ടില്ല. യോ, കിടന്നുറങ്ങടാ. കിടന്നിട്ട് ഉറക്കം വരണ്ടേ? തനിക്ക് നല്ലൊരു ലിങ്ക് കിട്ടിയല്ലോ. നമുക്കാണെങ്കിൽ അതും ഇല്ല. അതെ,
ഒളിയോ ഒളിയോ ദേ ഒരു കറുത്ത തടിച്ചു നിന്ന് കുളിക്കുന്നതാ. എവിടെ? എടാ അത് ആനയാടാ. ആന ഓടിച്ച പെണ്ണാള് എങ്കടെ കുടി വന്നിട്ടുണ്ട്. എപ്പോഴാ വന്ന? ഇന്നാ വന്ന. അവളിന്ന് രാത്രി എവിടെയായിരുന്നു? ഈ കാട്ടിലെങ്ങാണ്ടായിരുന്നു. അയ്യോ വളയാ, നമുക്ക് ഈ കാട്ടിൽ തന്നെ കറങ്ങിയാ മതിയായിരുന്നു. മഴ നീ ഇവിടെ വന്നിരിക്കുക? എന്താ ആലോചിക്കുന്നേ? ഈ കാടിനെയും ഇവിടുത്തെ മനുഷ്യരെ കുറിച്ചും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഥ എഴുതുന്നോ? ആ, ഇവിടുത്തെ മനുഷ്യരെ കുറിച്ച് ഞാൻ എഴുതും. കാടും കടലും എന്നും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാ. ഇവിടുത്തെ മനുഷ്യരെ കുറിച്ച് എഴുതാൻ ഒരുപാട് കഥകളുണ്ട്. നിന്റെ കഥയിൽ ഞാനുണ്ടോ? നീ മാത്രമല്ല, ഇവിടുത്തെ കാട്ടുവാസികൾ, കുമാർ അങ്കിൾ, പിന്നെ ഇടയ്ക്ക് നമ്മൾ കാണാറുള്ള പൂവാലന്മാർ. അവരെ കുറിച്ച് എന്തെഴുതും? കാട്ടിലുള്ളവരെ വഴിതെറ്റിക്കുന്നത് അവരെ പോലുള്ളവരാ. അവരുടെ പുറകിൽ എന്തോ നിഗൂഢ രഹസ്യമുണ്ട്. കുമാരങ്കൽ നാട്ടിൽ നിന്ന് വന്നിട്ട് വർഷങ്ങളായി. ഈ കാടിനെ കുറിച്ച് ഒരുപാട് കഥകൾ അറിയാം. കുമാരങ്കൽ പറഞ്ഞു ആ പൂവാലന്മാർ സ്ത്രീകൾ കുളിക്കുന്നിടത്ത് വീഡിയോ ക്യാമറയുമായി പോകാറുണ്ടെന്ന്. ഞാൻ ഒരിക്കൽ പത്രത്തിലൊരു ന്യൂസ് വായിച്ചു. വീഡിയോ ഫിലിം എടുക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടി മരിച്ചു. കൊലയാളികൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. ആ കൊലയാളികൾ ഇവരാകില്ലേ? കഥയെഴുത്ത് ഞങ്ങൾ അവസാനിപ്പിക്കും. അങ്ങോട്ട് നോക്കൂ. നല്ല രസമല്ലേ? നല്ല ബ്യൂട്ടി. കാടായ കാടെല്ലാം തേടി ഒരിടത്തും കണ്ടല്ല. മലങ്കാളിയുടെ കോവ ഊരുകെട്ട്. വരീൻ വരീൻ ഓടി വരീൻ, അവിടെ ഒരു ശവം കിടക്കില്ലേ, ഓടി വരീൻ വരീൻ.
റിപ്പോർട്ടിൽ ആ പെൺകുട്ടി ശ്വാസം മുട്ടി മരിച്ചാണെന്ന് കാണുന്നു. ആദിവാസികൾ പറയുന്നത് പോലെ യക്ഷിയും മലങ്കാളിയും ഒന്നും ആയിരിക്കില്ല. മനുഷ്യരാണ് ആ മരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. കാട്ടിൽ നിന്നും പിടികൂടിയ ചെറുപ്പക്കാരൻ ഒന്നും പറയുന്നില്ല. സാർ, അയാളുടെ പൊസിഷൻ വളരെ മോശമായിരിക്കുന്നു. കൊന്നാലും ഒന്നും പറയില്ലെന്ന വാശിയിലാണ് അവൻ. എന്തൊക്കെയോ രഹസ്യങ്ങൾ അവനിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സാർ, ആ സ്റ്റുഡൻസിൽ നിന്നും ചില ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ പ്രസാദ്, നിങ്ങൾ ആ കാർഡിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. യെസ് സാർ. ഈ പുഴ കിടന്ന് നമ്മൾ ആ മലയിലെത്തിയ പിന്നെ രക്ഷപ്പെട്ടു. അതിന് മാട ഇനിയും വന്നില്ലല്ലോ. ആ പെണ്ണിനെ കൊല്ലാതെ ഈ മലയിൽ നിന്ന് ഇറങ്ങില്ലെന്ന് അവൻ സത്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ? കൂളമ്പാറയ്ക്ക്. പോരുന്നാ? അവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ ഇവരെ ഉപദ്രവിക്കരുത്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇവനും അവരുടെ കൂട്ടാളിയാ. ഈ ഏബ്രാമാർക്ക് വേണ്ടിയാ ഏനെല്ലാം ചെയ്തത്. എല്ലാം അവര് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. കരടി കടിച്ചു കയറും, ആർക്കും കുറ്റുണ്ടാവില്ല എന്ന് ഈ ഏബ്രാം പറഞ്ഞു. ഇവരെ പോലെ നാട്ടിൽ നിന്ന് വരുന്നവർ നിങ്ങളുടെ ഇടയിൽ അന്ധവിശ്വാസത്തിന്റെ മറവിൽ രക്ഷപ്പെടുന്നു. ഇവിടെ നടന്ന അക്രമങ്ങൾ പലതും നിങ്ങൾക്കൊരു പാഠമാണ്. എന്റെ ബാല മരിച്ചു. എന്റെ ബാലയെ കൊന്നത് ഇവനാ. ഈ പെൺകുട്ടിയുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാൻ അനുവദിക്കണം. നിങ്ങൾക്ക് അവിടെ ശരീരം ഇവിടെ അടക്കം ചെയ്യണം. നാട്ടിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് വിട്ടുതരാം. അതാണ് നിയമം. അനീതിയും അക്രമവും ചെയ്ത സാമൂഹ്യദ്രോഹികളെ നിയമം ഈ സങ്കേതത്തിലെത്തിച്ചു.